ഫസ്റ്റ് ഓൺ മീഡിയ വൺ എറണാകുളം മൂവാറ്റുപുഴ പോത്താനിക്കാട് KSEB സെക്ഷൻ ഓഫീസിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ 3 പേർക്ക് സസ്പെൻഷൻ. ഗണേഷ് കുമാർ, സബ് എഞ്ചിനീയർ ഗിരീഷ്, വർക്കർ എൽദോ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഉപഭോക്താവിൽ നിന്ന് വാങ്ങിയ തുക KSEBയിൽ അടയ്ക്കാതിരിക്കുക, അനധികൃത കണക്ഷൻ അനുവദിക്കുക തുടങ്ങി നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് സസ്പെൻഷൻ. മൂവരും ഇടതുപക്ഷ സംഘടനാ നേതാക്കളാണ്. RB സനൂപ് നൽകും വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. സനൂപ, ഈ KSEB ജീവനക്കാർക്കെതിരായ നടപടി ഏത് വിധത്തിലുള്ളതാണ്? എന്താണ് ഇവർ കാണിച്ച പ്രശ്നം? വിനിഷ, ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനങ്ങൾ, തട്ടിപ്പ് എന്നിവർ നടത്തിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. KSEBയുടെ ആഭ്യന്തര വിജിലൻസ് ആണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുകയും ചെയ്തത്. ഇതിൽ മൂവാറ്റുപുഴ പോത്താനിക്കാട് സെക്ഷൻ ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗണേഷ് കുമാർ PG, സബ് എഞ്ചിനീയർ ഗിരീഷ് KV, വർക്കറായിട്ടുള്ള എൽദോ KM എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ഇതിൽ ഇവർ ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകർ കൂടിയാണ്. ഇതിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ഗണേഷ് കുമാർ ഇടതുപക്ഷ ഓഫീസർ സംഘടനയുടെ നേതാവാണ്. ഗിരീഷ് KSEB CHU സംഘടനയുടെ മൂവാറ്റുപുഴ ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഇവർക്ക് എതിരെ പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ സബ് എഞ്ചിനീയറായിട്ടുള്ള ഗിരീഷ് KV ഉപഭോക്താവിൽ നിന്ന് 1 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള തുക ഗൂഗിൾ പേ വഴി KSEBയിൽ അടയ്ക്കാതെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പല കണക്ഷനുകളും വാണിജ്യ സ്ഥാപനത്തിന് ഗാർഹിക കണക്ഷൻ മറ്റുമൊക്കെ നൽകിയിട്ടുണ്ട്. ഈ രജിസ്റ്ററിലും റവന്യൂ കുടിശ്ശികയിലടക്കം നിരവധി ക്രമക്കേടുകൾ വരുത്തിയിട്ടുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ ഈ വാണിജ്യ സ്ഥാപനത്തിന് ഈ ഗാർഹിക താരിഫ് നൽകിയതിൽ മേൽനോട്ട വീഴ്ച വരുത്തി, അതുപോലെ തന്നെ സെക്ഷനിലെ ഓഡിറ്റിംഗിലും അപാകതകളിലും പരാജയപ്പെട്ടു തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കൊണ്ടിട്ടാണ് നടപടി എടുത്തിട്ടുള്ളത്. ഈ വർക്കറായിട്ടുള്ള എൽദോ ഈ സെക്ഷൻ ഓഫീസിലെ കരാർ പണികൾ ഭാര്യയുടെയും ബന്ധുവിന്റെയും പേരിൽ ഏറ്റെടുത്ത് ഈ നടത്തിയത് വഴി വലിയ കുറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. അനധികൃതമായിട്ട് പണം പിടിച്ചെടുക്കുന്നതിനും കൈപ്പറ്റുന്നതിനും ഇടനിലക്കാനായിട്ട് പ്രവർത്തിച്ചതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഔദ്യോഗിക സമയത്ത് ജോലി ഒഴിവാക്കി സബ് എഞ്ചിനീയറുടെ ഡ്രൈവറായിട്ടും സഹായമായിട്ടും പ്രവർത്തിച്ചു. അങ്ങനെ നിരവധി ക്രമക്കേടുകൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ക്രമക്കേടുകൾ നടന്നുവെന്നാണ് ആഭ്യന്തര വിജിലൻസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്രമക്കേട് കണ്ടെത്തുന്നതിന് വേണ്ടി ഈ കേസ് സംസ്ഥാന വിജിലൻസിന് കൈമാറാനുള്ള ശുപാർശ കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഇപ്പോൾ ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. വിനീഷ.